സാറേ നമസ്കാരം. ഞാൻ സാറ് പറഞ്ഞ രീതിയിൽ തന്നെ ഇന്നലെ തീർക്കാനായിരുന്നു നോക്കിയത്. അപ്പോൾ അതിനകത്ത് ഒരു ഒന്നും കൂടെ നമ്മൾ റീവർക്ക് ചെയ്തത് എന്നാന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ വീണ്ടും എടുത്തായിരുന്നേ. അപ്പോൾ ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ ഇതാണ് കോർട്ട്യാർഡ് ഏരിയ. ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തത് 12 ടൺ എന്നുള്ള രീതിയിലാണ്. 12 ടണ്ണ് ഫ്ലോർ യൂണിറ്റിന് മാത്രം, ഗ്രൗണ്ട് ലെവലിൽ മാത്രം 12 ടണ്ണ്. ഈ 12 ടൺ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ഒരു ഫുൾ ഏരിയ റെക്ടാങ്കിൾ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിലുള്ള വോൾസ്, വിൻഡോസ്, ഡോർസ്, ഇങ്ങനെയുള്ള, പിന്നെ നടുക്കുള്ള കോർട്ട്യാർഡ് ഏരിയ ഷെയ്ഡഡ്, എക്സ്പോസ് ടു സണ്ണ് എന്നുള്ള രീതിയിലും, പിന്നെ ഒക്കുപ്പൻസിയും എക്യുപ്മെൻറ്റും എല്ലാം വെച്ചാണ് ഞാൻ ഈ 12 എത്തിയത്. നമുക്ക് CFM വന്നിട്ട് ഏകദേശം 5358. ഇത് ഒരു 13.5 ടണ്ണോളം വരും. ഇത് ടണ്ണേജ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ. അപ്പം ഇത് മാക്സിമം ഞാൻ കൺസിഡർ ചെയ്യാത്തത്, നമുക്ക് സൈഡിൽ വരാണ്ടയും മുഴുവനും ഷെയ്ഡ് ഉണ്ടല്ലോ. അപ്പം ഈ സോളാർ ഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ലോഡ് ഗെയിന് സ്വാഭാവികമായിട്ടും നമുക്കൊരു 25% കൂടെ കുറയും ഉറപ്പായിട്ടും. പിന്നെ ഞാനത് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഫ്രണ്ടിലോ ഈസ്റ്റും വെസ്റ്റുമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ രാവിലെയും അകത്തോട്ട് ഹീറ്റ് ഗെയിൻ വരുന്നുണ്ട്, വൈകുന്നേരവും ഹീറ്റ് ഗെയിൻ വരുന്നുണ്ടെന്നുള്ളത് കാരണമാണ് ഞാൻ E20 ഷീറ്റിലോട്ട് വീണ്ടും പോകാനുള്ള കാരണം. അപ്പം ഈ 12 ടൺ എന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു 75% എടുത്താൽ 9 ടണ്ണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നീട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയത്. അപ്പം ഇവിടെ ഈ നമ്മൾ പറഞ്ഞ 2-വേ കാസറ്റാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ താമസിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് കൊണ്ടുവരാതെ ഈ നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നല്ലോ, ഈ ഗസ്റ്റ് ബെഡ്റൂമിനകത്ത് ഇരുന്ന് എന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഗസ്റ്റ് റൂമിനകത്ത് ഇരുന്ന് കൊണ്ടുവരാൻ പറ്റും. ഗസ്റ്റ് റൂമിനകത്ത് ഇരുന്ന് കൊണ്ടുവരുമ്പം ഒരു ബൾക്ക് ഹെഡ് വരും. ആ ബൾക്ക് ഹെഡ് സാറ് പറയുന്ന പോലെ ഈ എന്നാ പറയുക, ഒരു 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്ററിനകത്ത് നമുക്ക് തീർത്തും ചെറുതായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഈ മിഷന് ഒരു 5.6 ടൺ ആയിരിക്കും. അപ്പൊ അതിന്റെ ഡക്ട് എന്ന് പറയുമ്പോൾ 60 സെന്റിമീറ്റർ ഈ മെയിൻ ബ്രാഞ്ചിന്റെ വീതി വരും. അപ്പം അത് മെയിൻ ബ്രാഞ്ച് വരുമ്പം ഈ ബെഡ്റൂമിനകത്ത് ഇത് കണ്ട്, ഈ ബെഡ്റൂമിനകത്ത് ഈ ഡോർ ഏരിയ അല്ലാതെ ഇതിന്റെ ബൾക്ക് ഹെഡ് ഭയങ്കര വലിപ്പം വരും. അപ്പം അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാലേ ഓഫ്സെറ്റ് എടുത്ത് ആദ്യം തന്നെ മുഖത്തിരുന്ന് ഓഫ്സെറ്റ് എടുത്ത് അത്രയും CFM ഇതുവഴി കൊണ്ടുവരുമ്പോഴേ അതിനൊരു അത് ആ മെഷീന്റെ പിന്നെ ഈ റിട്ടേൺ എയറിന്റെ കാര്യമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു കൺസിഡറേഷനകത്ത് ഈ മെഷീന് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിനകത്ത് വെക്കാതെ ഗസ്റ്റ് ബെഡ്റൂമിനകത്ത് അതിന് റിക്വയർമെന്റ് ആയിട്ടുള്ള ഒരു 1 ടൺ വെക്കുന്നു. ബാക്കി ഇവിടെ നമ്മളൊരു 2 ടണ്ണിന്റെ 2-വേ വെക്കുന്നു. ബാക്കിയുള്ള എല്ലാ ടണ്ണേജും ഇതിലോട്ട് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ 9 ടണ്ണാണെങ്കിൽ 2 ടണ്ണ് ഇവിടെ പോയിരുന്നു. 9 2 7 ടണ്ണ്. 7 ടണ്ണ് ഇരുന്ന് ഒരെണ്ണം ഇവിടെ പോയിട്ട് 5.6 ടണ്ണ്, 5.6 ടണ്ണ്. അപ്പോൾ ഈ 5.6 ടണ്ണിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്തിരുന്ന് ഒരു ബ്രാഞ്ച് പോകും. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഞാൻ വരയ്ക്കുന്ന മുമ്പ് സാറിന് ജസ്റ്റ് ഒന്നും ഇന്നലെയും തിരിച്ച് മെസ്സേജ് അയക്കാൻ പറ്റാത്തത്, ഞാൻ ആ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനും വീണ്ടും റീവർക്ക് ചെയ്തതിന്റെ പുറകിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചത്. താമസിക്കുന്ന കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് തന്നെ എങ്ങനെയാന്ന് പറയുന്നത്, ഈ 5.6 ടണ്ണിന്റെ മെഷീൻ ആയിരിക്കും. ഇവിടെ നിന്ന് ബ്രാഞ്ച് പോവും. ഈ ബ്രാഞ്ച് നേരെ പോയി ഇങ്ങോട്ടും ത്രോ വരും, ഇവിടെയും ത്രോ വരും. അതേപോലെ തന്നെ ഇങ്ങോട്ടും ടേൺ ചെയ്ത് ഇവിടെയും ത്രോ വരും. എന്നിട്ട് ഈ മുറിയിലോട്ട് ഒരു സപ്ലൈ കാണും, ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത്. അത് നമുക്ക് മോട്ടറൈസ്ഡ് VCD വെച്ച് കൺട്രോൾ ചെയ്യാം. അപ്പം മെഷീൻ ഓൺ ചെയ്താൽ ഈ മെഷീന് 2 മോട്ടറൈസ്ഡ് VCD കാണും. ഒന്ന് ഈ മെയിൻ ബ്രാഞ്ചിൽ കാണും, ഒരെണ്ണം ഈ മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബ്രാഞ്ചിലും കാണും. അപ്പം ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ VCD ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സപ്ലൈ വരും. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ 5.6 ടണ്ണ് ഈ മുറിയിലേക്ക് മാത്രമായിട്ടും കിട്ടും,
ഈ ഈ മുറിയും അതേപോലെ തന്നെ ഈ ലിവിംഗ് റൂമും ഇതിലോട്ടും കിട്ടും. ഈ ഇത് തന്നെ ഈ സപ്ലൈ തന്നെ ഈ മുറിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് ഇവിടത്തെ മെഷീൻ ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറയുമ്പം ഈ ഈ 5.6 ടണ്ണിന്റെ മെഷീന് ഓൺ ചെയ്ത് അതും ഓടണം. എന്നാൽ മാത്രം, അതായത് നമുക്ക് ഈ രണ്ട് സ്ഥലവും രണ്ട് ബ്രാഞ്ചിൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിലോട്ട് നമുക്ക് വീണ്ടും ഒരു ബ്രാഞ്ച് എടുക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനു വേണ്ടി സെപ്പറേറ്റ് മെഷീൻ കൊടുക്കുന്നത്. അതായത് ഈ ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് ഈ ബ്രാഞ്ച് ഇരുന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ സാറ് ചോദിച്ചത്. അത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനൊരു ഇത് ഈ ബ്രാഞ്ച് ഇരുന്ന് വേണം അതെടുക്കാൻ. മെയിൻ ബ്രാഞ്ച് ഇരുന്ന് വേണം എടുക്കാൻ. അപ്പോൾ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് വേണം എടുക്കാനെന്ന് പറയുമ്പോൾ ഈ മെഷീൻ ഓൺ ചെയ്താൽ ഈ മെഷീൻ ഓൺ ചെയ്ത് ലിവിംഗ് റൂമിലും ഡ്രോയിങ് റൂമിലോട്ട് എല്ലാം പോകുന്ന ആ സപ്ലൈ ഇരുന്ന് മാത്രമേ ഇങ്ങോട്ട് ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് പവർ കൺസംഷന്റെ വേസ്റ്റേജും അതേപോലെ ആ ഒരു സ്പെസിഫിക് യൂസേജിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ച കാരണമാണ് അതിനൊരു സെപ്പറേറ്റ് മെഷീൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ മുന്നോട്ടിപ്പം ഡിസൈൻ വരച്ച് എടുക്കുക സാറേ. അപ്പം അത് ഇപ്പം തന്നെ റെഡിയാക്കി ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇന്നലെ കുറച്ച് സമയം കൂടുതലായിപ്പോയി. അത് തിരിച്ച് ആ ഹീറ്റ് ലോഡ് കാൽക്കുലേഷനകത്തൊക്കെ പോയത് കാരണമാണ്. അപ്പോൾ എന്തെങ്കിലും സാറിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യണേ.